മീൻ ഇരിപ്പുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എങ്ങനെ ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും നല്ല സ്പൈസി ആയിട്ടിരിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ മോനിക്ക് കൊടുക്കണതുകൊണ്ട് മോന് എത്തിക്ക് എരിവ് കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ എരിവ് കുറച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 6 മീനോളം നമുക്ക് മത്തിയാണ്, ഒരു മീഡിയം സൈസിലുള്ള 6 മീൻ നമുക്ക് വരഞ്ഞൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ആക്കാതെ ഒന്ന് ഫ്രൈ ചെയ്യാണ് കേട്ടോ നല്ലത്. 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞൊന്ന് മാറ്റിയെടുത്ത് വെക്കണം. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിനകത്തോട്ട് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിത് ഏകദേശം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് അങ്ങ് വഴറ്റണമെന്നില്ല, ചെറിയൊരു കടിക്കുന്ന പരുവൊന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നേരത്തെ മുള്ള് മാറ്റി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ, അത് ഒരുപാടൊന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി, അത്ര ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരുപാട് വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ 6 മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ 4 നമ്മൾ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു മിക്സിയിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി. പിന്നെ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ചോറ് ചേർത്തിട്ടുണ്ട്, 1/2 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. കൂടെ നമ്മളൊരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്, നമ്മുടെ ദോശയുടെയൊക്കെ മാവുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ. ഇനി ഞാൻ ഇഡ്ഡലി ചെമ്പ് ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നന്നായിട്ട് എണ്ണ തടവി കൊടുത്തതിന് ശേഷം മാവ് പകുതി മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കുക, നിറച്ച് ഒഴിക്കരുത്, പകുതി മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. എല്ലാത്തിലും ഓരോ ടീസ്പൂൺ മസാല വെച്ച് കൊടുക്കുകയാണ്. മസാല കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മസാല ഇടുന്ന സമയത്ത് ഇത് ഒഴുകി പോകാണ്ടിരിക്കാനാണ് പകുതി വെക്കാൻ പറഞ്ഞത്. ഇനി എല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ചൂട് നല്ല പോയതിന് ശേഷം നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ഒട്ടിപ്പിടിക്കൊന്നുമില്ല, ചൂടോടെ എടുക്കരുത്, കാരണം ഒട്ടണ പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഇളക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു കണ്ണൂക്കാരുടെ മീനടയൊക്കെ ഇല്ലേ, ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ് ഇത് വരിക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്